Next one is also a proposition. Every subspace of V means the vector space V, is part of a direct sum which is equal to V. That is, suppose V is a finite dimensional vector space and U is a subspace for the vector space V. Then there is a subspace W of V such that V equal to U plus V, which means that U and W are direct sum under which is equal to the vector space V. അപ്പോൾ വി എന്നുള്ള ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എടുക്കുകയാണ്. അതുപോലെ യു എന്നുള്ളത് വിയുടെ ഒരു സബ്സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്റ്റർ സ്പേസ് വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു സബ്സ്പേസ് ഡബ്ല്യുവും കൂടി എക്സിസ്റ്റ് ചെയ്യും. സച്ച് ദാറ്റ് വി എന്ന് പറയുന്നത് ആ യുവിൻ്റെയും ഡബ്ല്യു എന്നുള്ള രണ്ട് സബ്സ്പേസുകളുടെ ഡിറക്റ്റ് സമ്മിനോട് ഈക്വലൻ്റ് ആയിരിക്കും ആ വെക്റ്റർ സ്പേസ് വി എന്ന് പറയുന്നത്. അതാണ് പ്രപ്പോസിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി ഈ കണ്ടീഷൻ നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ വി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസും ആണെന്ന് എടുക്കുക, യു എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സ്പേസും ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ യു ആൻഡ് വി അണ്ടർ ഡിറക്റ്റ് സം വിച്ച് ഈസ് ഈക്വൽ ടു വെക്റ്റർ സ്പേസ് വി എന്നുള്ള ഈ കണ്ടീഷൻ, വി ഈക്വൽ ടു യു പ്ലസ് വി എന്നുള്ള കണ്ടീഷനാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. വിയുടെ ഒരു സബ്സ്പേസ് ആണ് യു. അപ്പോൾ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസ് എന്ന് പറയുന്നത് എന്താ? അതും ഫൈനൈറ്റ് തന്നെ ആയിരിക്കുമല്ലോ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ യു എന്ന് പറയുന്നതും എന്തായാലും ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആയിരിക്കും. ഇനി ഏതൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എടുത്താലും അതിനൊരു ബേസിസ് ഉണ്ടാവും എന്നൊരു പ്രൊപ്പോസിഷൻ നമ്മൾ ഇതിന് മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് എവരി ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഹാസ് എ ബേസിസ്. അപ്പോൾ യു എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണെന്ന് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. ഫ്രം ദി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടും. സോ from this proposition we can say that you have a basis. അതുകൊണ്ട് യു എന്ന് പറയുന്ന ആ സബ്സ്പേസിന് എന്തായാലും ഒരു ബേസിസ് ഉണ്ടാവും. അപ്പോൾ ആ ബേസിസിലെ എലമെൻസിനെയാണ് നമ്മളിവിടെ U1 U2 എക്സ്ട്രാ UM എന്ന് എടുക്കുകയാണ്. യു എന്നുള്ള വെക്റ്റർ സ്പേസ് അല്ലെങ്കിൽ ആ സബ്സ്പേസിൻ്റെ ബേസിസ് എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ U1 U2 എക്സ്ട്രാ UM എന്ന് എടുക്കുകയാണ്. ഇനി ബേസിസിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും, സ്പാൻസും ചെയ്യും ആ വെക്റ്റർ സ്പേസിന്. സോ U1 U2 എക്സെട്ര UM എന്ന് പറയുന്നത് ബേസിസ് ഫോർ ദി വെക്റ്റർ സ്പേസ് U ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് U1 U2 എക്സെട്ര UM വിൽ ബി എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഫോർ ദി വെക്റ്റർ സ്പേസ് V കൂടി ആയിരിക്കും. അതായത് U1 U2 എക്സെട്ര UM എന്ന് പറയുന്നത് എന്താ? നമ്മുടെ വെക്റ്റർ സ്പേസിലെ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, U1 U2 എക്സെട്ര UM എന്ന് പറയുന്നത് യു എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ്, അതായത് സബ്സ്പേസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് സെൽഫ് ഈസ് എ വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട് യു എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ ഒരു എലമെൻറ്റ് വെക്റ്റേഴ്സ് ആണ് U1 U2 എക്സെട്ര UM എന്ന് പറയുന്നത്. ഈ യു എന്ന് പറയുന്നത് എന്താ? സബ്സ്പേസ് ഓഫ് വെക്റ്റർ സ്പേസ് വി എന്ന് പറയുന്നില്ലേ. സോ ഈ U1 U2 എക്സെട്ര UM എന്ന് പറയുന്ന എലമെൻറ്റ്സ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എവിടത്തെ കൂടി വെക്റ്റേഴ്സ് ആയിരിക്കും? വി എന്ന് പറയുന്ന ആ വലിയ സെറ്റിലെയും കൂടി വെക്റ്റേഴ്സ് ആയിരിക്കുമല്ലോ. സോ U1 U2 എക്സെട്ര UM എന്ന് പറയുന്നത് യുവിൻ്റെ ബേസിസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെറ്റ് എന്ന് പറയുന്നത് എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഫോർ ദി വെക്റ്റർ സ്പേസ് യു ആണ്. ഇറ്റ്സെൽഫ് നമുക്ക് എന്തും കൂടി പറയാൻ പറ്റും? അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഫോർ ദി വെക്റ്റർ സ്പേസ് വി കൂടി ആയിരിക്കുമല്ലോ. ഓക്കെ, ദെൻ ഹെൻസ് ദി ലിസ്റ്റ് ഫ്രം ദി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് U1 U2 എക്സെട്ര UM എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഫോർ ദി വെക്റ്റർ സ്പേസ് വി എന്ന് കിട്ടി. ഇനി നമ്മൾ ലാസ്റ്റ് പ്രൂവ് ചെയ്തൊരു തിയറം ആയിരുന്നു എവരി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു എ ബേസിസ്. അപ്പോൾ വിയുടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് U1 U2 എക്സെട്ര UM എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെ നമുക്ക് ഈ പ്രൊപ്പോസിഷൻ യൂസ് ചെയ്തിട്ട് കുറച്ച് അഡീഷണൽ വെക്റ്റേഴ്സും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ വി എന്നുള്ള വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ആയിട്ട് മാറ്റാൻ പറ്റും യൂസിങ് ദിസ് പ്രൊപ്പോസിഷൻ. സോ ആ അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന വെക്റ്റേഴ്സ് ആണ് W1 W2 എക്സെട്ര WN എന്നുള്ള വെക്റ്റേഴ്സിനെ ആഡ് ചെയ്തിട്ട് നമ്മളത് വി എന്നുള്ള വെക്റ്റർ സ്പേസിൻ്റെ ഒരു ബേസിസ് ആയിട്ട് മാറ്റണം. Okay, now let these vectors, newly added vectors, the spanning set of these newly added vectors to be
ദി സെറ്റ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് എടുക്കുകയാണ്. അതായത് നമ്മൾ പുതിയതായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പുതിയതായിട്ട് ഒരു സബ്സ്പേസ് വിയുടെ ഒരു സബ്സ്പേസിന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ആ സബ്സ്പേസ് നമ്മുടെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള യു എന്നുള്ള സബ്സ്പേസും കൂടിയുള്ള ഡിറക്റ്റ് സം ആണ് വി എന്ന് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡബ്ല്യു എന്ന് പറയുന്ന സബ്സ്പേസ് ഏതാ? പുതിയതായിട്ട് ആഡ് ചെയ്യണ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണ കുറച്ച് വെക്റ്റേഴ്സ് ഇല്ലേ, ഈ u1 u2 എക്സ്ട്രാ um എന്നുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ കൂടെ പുതിയതായിട്ട് കുറച്ച് വെക്റ്റേഴ്സും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളത് വിയുടെ സബ്സ്പേസ് ആയിട്ട് വിയുടെ ഒരു ബേസ് വി എന്നുള്ള വെക്റ്റർ സ്പേസിൻ്റെ ഒരു ബേസിസ് ആയിട്ട് മാറ്റണം യൂസിങ് ദിസ് പ്രപ്പോസിഷൻ. സോ ആ വെക്റ്റേഴ്സ് ന്യൂലി ആഡഡ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്പാൻ ചെയ്യുന്ന സ്പാൻ സെറ്റ് ഫോർ ദി വെക്റ്റർ സ്പേസ് ഡബ്ല്യു ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഡബ്ല്യു എന്നുള്ള പുതിയ സെറ്റായിട്ട് പുതിയൊരു സബ്സ്പേസ് ഫോർ ദി വെക്റ്റർ സ്പേസ് വി എന്ന് പറയുന്നത് എന്താ? സ്പാൻ ഓഫ് w1 w2 എക്സ്ട്രാ wn ആണ്. ദെൻ വി വിൽ പ്രൂവ് ദാറ്റ് v ഈക്വൽ ടു യു ഡിറക്റ്റ് സം അണ്ടർ ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നത് പുതിയൊരു സബ്സ്പേസ് ആയിട്ട് നമ്മൾ എടുത്ത എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ന്യൂലി ആഡഡ് വെക്റ്റേഴ്സ് ഫോർ മേക്കിംഗ് ദി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് u1 u2 എക്സ്ട്രാ um ടു ബി എ ബേസിസ്. ആ ബേസിസ് ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ന്യൂലി വെക്റ്റേഴ്സിനെയാണ് നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞ സബ്സ്പേസിൽ എടുത്തിരിക്കുന്നത്. സോ നൗ വി വിൽ പ്രൂവ് ദാറ്റ് ദി v ഈക്വൽ ടു യു ഡിറക്റ്റ് സം w എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഡിറക്റ്റ് സം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുന്നേ പ്രൂവ് ചെയ്തായിരുന്നു. രണ്ട് കണ്ടീഷൻ പ്രൂവ് ചെയ്താൽ മതി. v ഈക്വൽ ടു യു പ്ലസ് w എന്നും അതുപോലെ യു ഇൻ്റർസെക്ഷൻ w ഈക്വൽ ടു സെറ്റ് 0 എന്നും രണ്ട് കണ്ടീഷൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? v ഈക്വൽ ടു യു ഡിറക്റ്റ് സം അണ്ടർ w എന്ന് പറയാൻ പറ്റും. നമ്മൾ ഇതിന് മുന്നേ യൂസ് ചെയ്ത ഒരു തിയറത്തിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ആർബിട്രറി ആയിട്ടൊരു വെക്റ്റർ എടുക്കുകയാണ്. വി എന്നുള്ളൊരു വെക്റ്റർ സ്പേസ് വിയിൽ നിന്ന് എടുത്തു. ഇനി w1 w2 എക്സ്ട്രാ w എന്ന് പറയുന്നത് ഒരു സ്പാനിങ് സെറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ u1 u2 എക്സ്ട്രാ um എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് യുവിൻ്റെ അല്ലെങ്കിൽ ആ സബ്സ്പേസ് യുവിൻ്റെ ഒരു ബേസിസ് ആണ്. അപ്പോൾ അതെന്തായി? ഒരു സ്പാനിങ് സെറ്റും കൂടിയല്ലേ. സോ u1 u2 എക്സ്ട്രാ um w1 w2 എക്സ്ട്രാ w എന്ന് പറയുന്നത് എന്തായാലും സ്പാൻ ചെയ്യും വെക്റ്റർ സ്പേസ് വിന്. കാരണം നമ്മൾ ഈ ന്യൂലി ആഡഡ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തിരിക്കുന്നത്? വെക്റ്റർ സ്പേസ് വിയുടെ ഒരു ബേസിസ് ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്. അതായത് u1 u2 എക്സ്ട്രാ um എന്നുള്ള ഈ പഴയ വെക്റ്റേഴ്സിൻ്റെ കൂടെ w1 w2 എക്സ്ട്രാ wn എന്നുള്ള പുതിയ വെക്റ്റേഴ്സും കൂടി ആഡ് ചെയ്തിട്ട് വിയുടെ ഒരു സബ്സ്പേസ് ആയിട്ടും വിയുടെ ഒരു ബേസിസ് ആയിട്ട് മാറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ട് പറയുന്നത് every linearly independent list of vectors in a finite dimension vector space can be extended to a basis. ആ ബേസിസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. u1 u2 എക്സ്ട്രാ um എന്ന് പറയുന്ന ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ കൂടെ കുറച്ച് വെക്റ്റേഴ്സും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു ബേസിസ് ആയിട്ട് മാറ്റി, വിയുടെ ഒരു ബേസിസ് ആയിട്ട് മാറ്റി. അപ്പോൾ ബേസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്തായിരിക്കും? സ്പാനിങ് സെറ്റും ആയിരിക്കും, അതുപോലെ തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റും ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് u1 u2 എക്സ്ട്രാ um w1 w2 എക്സ്ട്രാ wn ആണ്. wn which will spans the vector space v. അപ്പോൾ സ്പാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ആ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ, അതായത് v എന്നുള്ള വെക്റ്റർ സ്പേസിൽ നിന്ന് നമ്മൾ ഏതൊരു വെക്റ്റർ എടുത്താലും അതിനെ ഈ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും. അതാണ് നമ്മൾ സ്പാൻ ചെയ്യണമെന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്കെയിലാസിൻ്റെ ആവശ്യമുണ്ട്. ലീനിയർ കോമ്പിനേഷനിൽ എഴുതാനായിട്ട് കുറച്ച് സ്കെയിലാസിൻ്റെ ആവശ്യമില്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫീൽഡിൽ നിന്ന് കുറച്ച് സ്കെയിലാസ് എടുക്കുകയാണ്. a1 a2 എക്സ്ട്രാ am എന്നുള്ളത് u1 u2 എക്സ്ട്രാ umന് കോഎഫിഷ്യൻ്റ് ആയിട്ട് അത്രയും സ്കെയിലാസ് എടുത്തു. അതുപോലെ w1 w2 എക്സ്ട്രാ wnൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് b1 b2 എക്സ്ട്രാ bn എന്നുള്ള കുറച്ച് സ്കെയിലാസ് f എന്നുള്ള വെക്റ്റർ ഫീൽഡിൽ നിന്ന് ചൂസ് ചെയ്തു. സോ സിൻസ് u1 u2 extra um and w1 w2 extra w1 spans we can say that spans the vector space v, we can say that v is equal to a1 u1 plus a2 u2 plus extra am um plus b1 w1 plus b2 w2 plus extra bn wn. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് എന്താ? u എന്നുള്ള വെക്റ്റർ സ്പേസിൽ എലമെൻറ്റ്സ് ആണ്. അതുപോലെ ഇതെന്ന് പറയുന്നത് w എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ്. ഞാൻ വെക്റ്റർ സ്പേസ് എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, സബ് സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഈസ് എ വെക്റ്റർ സ്പേസ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ u എന്ന് പറയുന്നത് സബ് സ്പേസിൽ എലമെൻറ്റ്സ് പ്ലസ് w എന്ന് പറയുന്ന സബ് സ്പേസിൽ എലമെൻറ്റ്സ് ആയിട്ട് കിട്ടി. എന്ത് സാധനം? നമ്മൾ ആർബിട്രറി ആയിട്ട് വിയിൽ നിന്ന് ചൂസ് ചെയ്ത ഒരു വെക്റ്ററിനെ യുവിൽ എലമെൻറ്റ്സിൻ്റെയും വിയുടെ എലമെൻറ്റ്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് v is equal to some u plus w, where u will be element of the subspace u and w will be the element of subspace w. So we can say that v is equal to u plus w.
ഓക്കെ, അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് വിയിൽ നിന്ന് ചൂസ് ചെയ്ത ഒരു എലമെൻറ്റ്, വിയിൽ നിന്ന് ചൂസ് ചെയ്ത ഒരു എലമെൻറ്റ് എവിടെയും കൂടി ഉണ്ടെന്ന് നമുക്കിപ്പോൾ കിട്ടി, വി എലമെൻറ്റ് ഓഫ് യു പ്ലസ് ഡബ്ല്യു ആണെന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് ഡബ്ല്യു. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്ന് പറയുന്നത് ഈക്വൽ ടു സെറ്റ് 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ആർബിട്രറിലി ഐ എം ചൂസിങ് വൺ എലമെൻറ്റ് ഫ്രം ദിസ് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു, ലെറ്റ് ഇറ്റ് ബി വി. വി എന്നുള്ളൊരു വെക്ടറിനെ യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിൽ നിന്ന് ചൂസ് ചെയ്തു. സോ similarly, from the above statement, we can see that there exists some scalars a1, v2, etc. am, bm and b1, v2, etc. bn element of f such that v is equal to a1 u1 plus a2 u2 plus etc. am bm. കാരണം വേറെ ഒന്നുമല്ല, v എന്ന് പറയുന്നത് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യൂലെ എലമെൻ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും, വി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈക്വൽ ടു എ, വിച്ച് മീൻസ് ദാറ്റ് വി എന്ന് പറയുന്നത് യുവിലും കോമൺ ആയിട്ടുള്ള എലമെൻ്റ് ആയിരിക്കും, വിയിലും ഡബ്ല്യൂവിലും കോമൺ ആയിട്ടുള്ള എലമെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ അത് ഇൻ്റർസെക്ഷനിൽ വന്നത്. So we can say that V will be equal to the linear combination of elements in the vector space U. ഓക്കെ, അതെന്ന് പറയുന്നത് സെയിം ഈക്വൽ ടു ഡബ്ല്യൂയിലെ എലമെൻസും കൂടി ആകുമ്പോഴാണല്ലോ നമുക്ക് ആ വി എന്നുള്ളത് രണ്ടിലും കോമൺ ആയിട്ട് വരുള്ളൂ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, വി ഈക്വൽ ടു a1 u1 പ്ലസ് a2 u2 പ്ലസ് എക്സ്ട്രാ am um. അതുപോലെ തന്നെ ആ എലമെൻ്റ് എന്ന് പറയുന്നത് വെക്ടർ എന്ന് പറയുന്നത് സെയിം, which will be equal to b1 w1 plus b2 w2 plus extra bn wm, since v is an element of u intersection w എന്ന് ചൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, v മൈനസ് v എന്നുള്ളത് 0 കിട്ടും. ഇവിടെ മൈനസ് ചെയ്തതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി ഈ u1 u2 എക്സ്ട്രാ um എന്നുള്ളതും w1 w2 എക്സ്ട്രാ wn എന്നുള്ളത് എന്താ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് അല്ലേ. കാരണം അതെന്താ, ഒരു v എന്നുള്ള വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടാണ് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയത്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും, അല്ലെങ്കിൽ അതിൻ്റെ സ്കെയിലാസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കില്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് a1 വിൽ ബി ഈക്വൽ ടു 0, a2 വിൽ ബി ഈക്വൽ ടു 0, am ഈക്വൽ ടു 0. സിമിലർലി b1 b2 എക്സ്ട്രാ bn വിൽ ബി ഈക്വൽ ടു 0. സോ ഈ ടേംസ് എല്ലാം 0 ആയി മാറി, വിച്ച് മീൻസ് ദാറ്റ് എന്ത് കിട്ടും നമുക്ക്, വിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായി, 0 ആയില്ല. ഇതെല്ലാം 0 ആവുന്നു എന്നുള്ളതിൻ്റെ, ഇപ്പോൾ a1 ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആണ്, അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ എല്ലാം 0 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് നമ്മൾ ആർബിട്രറി ആയിട്ട് ആ ഇൻ്റർസെക്ഷനിൽ നിന്ന് ചൂസ് ചെയ്ത ആ വെക്ടർ വി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. നമ്മൾ യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യൂവിൽ 0 എന്നുള്ള വെക്ടർ മാത്രമാണ് ഉണ്ടാവുള്ളൂ. ദസ് വി ഗെറ്റ് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ഈക്വൽ ടു സെറ്റ് 0. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കണ്ടീഷൻസും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ഈക്വൽ ടു സെറ്റ് 0 എന്നും കിട്ടി, അതുപോലെ തന്നെ v equal to u plus w എന്ന് കിട്ടി. So we can say that v will be equal to direct sum under u plus w.